കുറെ നാളായിട്ട് ഞാൻ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ കുറച്ചു പേരുടെ ഭാഗത്ത് എനിക്ക് ബാക്ക്ലാഷ് കിട്ടുമെന്ന് അറിയാം, ബട്ട് ഐ ഡോണ്ട് കെയർ. ഈ മാച്ച എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഓവർ റേറ്റഡ് ആസ് ഹെൽ ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് അറിയാൻ പാടില്ലാട്ട് ചോദിക്കാം, നിങ്ങൾ ഈ കഴിഞ്ഞ ജന്മത്തിലുള്ള പശുവല്ലായിരുന്നോ? കാരണം ഇറ്റ് ലിറ്ററലി ടേസ്റ്റ് ലൈക്ക് പച്ചപ്പുല്ല്. കഴിഞ്ഞ ദിവസം കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസർ കുട്ടി, ഗൈസ് ഇഫ് യു ലൈക്ക് മാച്ച പക്ഷെ അതിന്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ആഡ് സം കോക്കനട്ട് മിൽക്ക് ആൻഡ് സം വാനില എസൻസ് ആൻഡ് ദെൻ യു വിൽ ബി ഗുഡ് ടു ഗോ. ഐ മീൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അതെ, സത്യം പറ, യു ഗൈസ് ജസ്റ്റ് ഡ്രിങ്ക് മാച്ച ഫോർ ദി എസ്തെറ്റിക്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാമബിൾ ആയതുകൊണ്ട്. അപ്പൊ ചില മാച്ച ലവേഴ്സ് പറയും, അന്നെ ഇങ്ങനെയൊക്കെ പറയാവോ? അതൊക്കെ ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അല്ലേ. മാച്ച ജനുവനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ദർ ഇസ് സോ കോൾഡ് മാച്ച ലവേഴ്സ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആൻഡ് ഷീ ലവ്സ് മാച്ച. പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം ബയോ എന്ന് പറയുന്നത് ഇഫ് മാച്ച ഇസ് ഗ്രാസ് ദെൻ ഐ ആം എ കൗ. പറഞ്ഞു വന്നത്, ഈ മാച്ച എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ആക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഹേ. അതേസമയം വളരെ അരോചകമാണ് ഹേ. ഒരു സാധനം ഡിസേർവ് ചെയ്യാത്ത ഹൈപ്പ് അതിന് കൊടുക്കല്ലേ, എസ്പെഷ്യലി ഫോർ ദി എസ്തെറ്റിക്സ്.